നമസ്കാരം ആരിഫ് സർ. നമസ്കാരം. യഹിയ സിൻവറിനെ പോലെയുള്ള മത തീവ്രവാദികളുടെ ഫോട്ടോകൾ ഉയർത്തി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ യുവതലമുറ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ കാണിക്കുന്ന ഈ ഒരു ധൈര്യത്തെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ആരിഫ് ഹുസൈൻ സാറിന് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? മത തീവ്രവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ഇതാദ്യം നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് അവർക്കും അംഗീകരിക്കാൻ കഴിയണം. അപ്പോൾ അതിന് സഹായകമാകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങളിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി, ഇപ്പോൾ നല്ല കുട്ടികളാണ് എന്നുള്ള രീതിയിൽ അവർ ചില വാചകങ്ങളൊക്കെ പറയുകയും പ്രസ്താവനകൾ ഇറക്കുകയും അത് സംബന്ധിച്ചിട്ട് വലിയ ചർച്ചകൾ റിപ്പോർട്ടർ ചാനലൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു സമയത്തെ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു തക്കിയാണ്. ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്നാണ് നമ്മൾ പറയാം. നുണ ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ജീവവായു എന്ന് പറയുന്നത് നുണകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ നിൽക്കുന്ന സാധനമാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ആ സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും? അവർ തക്കിയ എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആ ഐഡിയൽസ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളൊന്ന് മാറ്റി പിടിച്ചിട്ട് അവിടെ ഉള്ള സാഹചര്യവുമായിട്ട് എഴുകിച്ചേർന്ന് മുന്നോട്ട് പോവുക. എന്നിട്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ വന്ന് ഭവിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുക. ഇതാണ് ആ തക്കിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ തരത്തിൽ ഒരു ഡിസെപ്ഷൻ ആയിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്താണ് ഡിസെപ്ഷൻ യുദ്ധസമയങ്ങളിൽ ഇതുപോലെയുള്ള ചതിയൊക്കെ പ്രയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഹദീസ് വരെ ഉള്ളപ്പോൾ ഈ രീതി കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നമ്മൾ പറയേണ്ടി വരുന്നു. അന്ന് നമ്മൾ മുതൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിനു മുന്നേ ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ വിമർശനം നേരിടുന്ന സമയത്തൊക്കെ ആളുകൾ ഉയർത്തുന്നൊരു വാദമാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു ഉന്നയിച്ചിട്ടുള്ള ചില വാക്കുകൾ, ചില ആളുകളുടെ പേരുകൾ, അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന സയ്യിദ് കുത്തുബ്, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ, മൗദൂദി, അങ്ങനെയുള്ള ഓരോ ആളുകളുടെ പേര് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് പിന്നീട് ചേർത്ത് വെച്ച ആളുകളാണ് യഹിയ സിൻവർ ആയാലും അതല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയ ആയാലും ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഹമാസ് തീവ്രവാദികളുടെ അവരുടെ നേതാക്കളുടെ പേര് പോലും നമ്മളൊക്കെ പറയുന്നത് ആ ഒരു മേഖലയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഹസനുൽ ബന്ന എന്ന് പറയുന്ന ഒരു ആളുടെ പേര് അതുപോലെ ചിത്രവും അത് വീണ്ടും ഇവിടെ പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ഹസനുൽ ബന്ന എന്നുള്ളതും കൂടി ഒന്ന് പറയണമല്ലോ. നമ്മൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് നമ്മൾ ഈജിപ്തിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദ സംഘം, അവരുടെ അതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അതിന് രൂപം കൊടുത്ത ആളാണ് ഈ പറയുന്ന ഹസനുൽ ബന്ന. അപ്പോൾ ഈ ഹസനുൽ ബന്ന പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലതും ഈ തീവ്രമായ മത ആശയം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു പറഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഹമാസിൻ്റെ അവരുടെ കോവനന്റ് 1988 ഹമാസ് രൂപീകരിക്കുന്ന സമയത്ത് അവരിറക്കിയിട്ടുള്ള അവരുടെ ചാർട്ടർ, ആ ചാർട്ടറിന് ആദ്യ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന വാചകം തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. എന്നിട്ട് അത് ആരാണ് പറഞ്ഞതെന്നും കൂടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ മാർട്ടർ ഇമാം ഹസനുൽ ബന്ന ഓഫ് ബ്ലെസ്ഡ് മെമ്മറി എന്ന് ബ്രാക്കറ്റിലും കൂടി കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഹമാസിൻ്റെ കോവനന്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സാധനം എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇസ്രായേലിനെതിരെ ഈ ബന്ന പറഞ്ഞ കാര്യമാണ്. ഇത് പറയുന്നത് ഏറ്റുപറയുന്നത് ആരാണ്? അത് ഹമാസാണ്, ഹമാസിൻ്റെ നേതൃത്വമാണ്. ആ ഹമാസിൻ്റെ നേതൃത്വം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് യഹിയ സിൻവറാണ്. ഈ യഹിയ സിൻവറിൻ്റെ പടവും ഹസനുൽ ബന്നയുടെ പടവും ഒരുമിച്ചാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് പൊക്കി വെച്ചിരിക്കുന്നത്. അതിന് കൂടെ മറ്റു പല ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കണം എന്ന് നമ്മളിപ്പോൾ പറയുന്നതും, അതുകൂടാതെ മുന്നേ തന്നെ യഹിയ സിൻവറും തീവ്രവാദിയാണ്. എന്തുകൊണ്ട്? കാരണം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അതൊരു തീവ്രവാദ സംഘമാണ്. എന്തുകൊണ്ട്? കാരണം അവർ ഉയർത്തി വെക്കുന്നത് മറ്റ് ചില തീവ്രവാദ സംഘങ്ങളുടെ വാചകങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും തന്നെയാണ്. അപ്പോൾ എന്താണ് ആ ലക്ഷ്യം എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്താൻ വരും. അപ്പോൾ നമ്മൾ അവരോട് ചില എക്സാമ്പിൾസ് പറയും, നിങ്ങൾ ചാർട്ടർ എടുക്കൂ, വായിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ചാർട്ടറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തുന്ന ആളുകൾ ഇന്ന് ഇതിന് ഉത്തരം പറയാം. കാരണം നിങ്ങൾ അംഗീകരിക്കുകയാണ് ഈ ഹസനുൽ ബന്നയുടെ ചിത്രം നിങ്ങൾ പൊക്കി വെക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ പറയുന്നുണ്ട് അയാൾ തീവ്രവാദിയാണെന്ന്. പക്ഷേ ഇതേ ആളുകൾ പറയുന്നു യഹിയ സിൻവർ തീവ്രവാദി അല്ല എന്ന്. നിങ്ങളൊക്കെ എന്തൊക്കെ മാനദണ്ഡമൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ഇതുപോലെ കൂട്ടിക്കിഴിച്ച് ഇങ്ങനെയൊക്കെയുള്ള വികലമായ കൺക്ലൂഷനിലേക്ക് എത്തുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ഒരു
കണക്ഷൻസ് വരുന്നത് ഈ തീവ്രവാദ സംഘങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓടുന്ന ഇന്ധനം, അവരുടെ ആ ഒരു എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് അത് ഒരേ സാധനമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സാധനം ഏതാണ്? അത് ഈ മതമാണ്, ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. കാരണം ഇത് ഇസ്ലാം എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ അത് മതവിരോധം അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്. ഇവിടെ ഈ ചാർട്ടറിൽ നമ്മളിപ്പോൾ വായിച്ചു കൊടുത്ത് അവിടെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തിയിട്ടുള്ളതല്ലേ ഈ ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യ സമരം നടത്തുന്നു, ബ്രിട്ടീഷുകാരെ ഭാരതം തുരത്തും എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ഇവിടുത്തെ ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു മതം അല്ലെങ്കിൽ സനാതന ധർമ്മം ബ്രിട്ടീഷുകാർ ഓടിക്കുന്നല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട്. അതല്ലല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് ഒരിക്കൽ പോലും ഉണ്ടായിട്ടുള്ളത്. അതല്ല ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കൾച്ചറിനെ കുറിച്ചും നമ്മളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും സോവറിനിറ്റിനെ കുറിച്ചും നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ആളുകൾ അവിടെ അവരുടെ വാചകം ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാം അതിനെ നശിപ്പിക്കുന്നവരെയൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ എടുത്ത് ഈ തരത്തിൽ നമുക്ക് വിമർശിക്കാനുള്ള പാകത്തിന് മുന്നിൽ വെച്ച് തന്നത് ആരാണ്? അത് ഈ ബന്നയാണ്. ഈ ബന്നയിൽ നിന്നും കോട്ട് ചെയ്ത് ഹമാസാണ്. ഹമാസിനെ കോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വത്തിന് ചിത്രങ്ങളായി യഹിയ സിൻവറിൻ്റെ ചിത്രമായിട്ട് ആനപ്പുറത്തേറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് മതത്തിലേക്ക് ചെന്നെത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മതത്തിനെ പറയും. അപ്പോൾ അവിടെ നിങ്ങൾ വെറുതെ വിഷമിച്ചിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് നിങ്ങൾ സ്വയം ചോദിക്കുക. അതിനുള്ള അവസരമായിട്ട് നിങ്ങൾ ഇതിനെ കാണാം. വിമർശനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ വെറുതെ അത് വംശഹത്യ, ഇപ്പോൾ അവരുടെ പ്രക്ഷോഭത്തിൻ്റെ ഒരു മെയിൻ ടൈറ്റിൽ തന്നെ അതാണ്, വംശഹത്യയിലേക്ക് നയിക്കുന്ന വഖഫ് നിയമം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് മതേതരമായ സിവിൽ റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി, മതേതരമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന മുന്നേറ്റങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വഖഫ് നിയമത്തിൻ്റെ അമെൻമെൻറ്റ്. ആ സാധനം എങ്ങനെയാണ് മുസ്ലിം വംശഹത്യയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അഡീഷണൽ ആയിട്ട് നമുക്ക് അതിൽ പറഞ്ഞു വെക്കാനുള്ളത്. തീർച്ചയായും സാർ. മറ്റൊരു കാര്യം, ഈ ഒരു ഭീകരയെല്ലാം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ വീരപുരുഷന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ നിയമവ്യവസ്ഥയെ ഇവർ വെല്ലുവിളിക്കുകയാണോ ചെയ്യുന്നത്? സാറിന് എന്താണ് തോന്നുന്നത്? അതിൽ ഉത്തരവാദികൾ ആര് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ പറയാം, കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ അത് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നിയമപരമായിട്ട് ഒരു അനുസരണ കാണിക്കാനുള്ള ആ ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ടല്ലേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരുടെ പടമൊന്നും ഇവിടെ ആരും കാണാത്തത്? അല്ലെങ്കിൽ ഇപ്പം എന്താ നമ്മൾ ഇവിടെ കാണുക? ഇപ്പം മഅദനിയുടെ പടമൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ട് പറയാൻ നമ്മളെ മലയാളികൾക്ക് ഇച്ചിരി ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും മഅദനിയുടെ പടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? കാണുന്നില്ലല്ലോ. കാരണം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ജയിലിൽ ഉണ്ട തിന്നുമ്പോൾ ഉമ്മ എന്നൊക്കെ വിളിച്ച് നിലവിളിക്കുന്ന നമ്മളുടെ റൌഫിക്ക, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയ നേതാവ്, വലിയ വേട്ട അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സിദ്ദീഖ് കാപ്പൻ, ഇതൊക്കെയാണല്ലോ ഇവരുടെ ലോക്കൽ ഗുണ്ട നേതാക്കൾ. ഇതുപോലുള്ള ആളുകളുടെ ഫോട്ടോ എവിടെയെങ്കിലും ഇവർ വെക്കുന്നുണ്ടോ? കാരണം അവർക്കറിയാം അത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കും. കാരണം അതിൻ്റെ പിന്നിലുള്ള ആ സംഘങ്ങളെ അവിടെ തീവ്രവാദ സംഘമായിട്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടിരിക്കുന്നതാണ്, അവിടെ ചൂണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തുടരുത്, അത് തൊട്ടാൽ കുടുങ്ങും, പുലിവാല് പിടിക്കും എന്നുള്ളത് അറിയാം. NIA വീട്ടിൽ വരും എന്നുള്ളതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സംഗതി, അതായത് ആശയപരമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ അതിൽ നിന്ന് വിട്ടുപോകുന്ന ബിൻ ലാദനൊക്കെ ഒരു തീവ്രവാദിയാണ്, അജ്മൽ കസബിന് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിടുന്നത് ഒരു വശത്തുണ്ട്. അത് ബോധമുള്ള മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഈ ബോധമുള്ള മുസ്ലിമിനെ പോലും ബോധക്കേടിലേക്ക് കൊണ്ടെത്തിക്കുകയും അവരെയും തീവ്രവാദി പ്രവർത്തനങ്ങളിലേക്ക്, തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുമ്പോൾ, അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അവിടെ അവർക്ക് തടസ്സമാകേണ്ടത് എന്താണ്? അത് നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ഇതിനെയൊക്കെ തീവ്രവാദ സംഘം ആയിട്ട് പ്രഖ്യാപിച്ച് മാറ്റിയിടേണ്ട കാലം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട ആളുകൾ ഇവിടുത്തെ BJP ഗവൺമെൻറ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണം തന്നെയാണ്. അവരെന്താണ് അത് ചെയ്യാത്തതെന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്താലല്ലാതെ ആശയപരമായിട്ട് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത ആളുകളെ നിയമപരമായിട്ടെങ്കിലും പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത്. ഒന്ന് അത്. രണ്ട്, ഈ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? ഇത്തരം തീവ്രവാദികൾ
ഈ തീവ്രവാദികളുടെ പടം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഒരു തരം തീവ്രവാദ പ്രവർത്തനം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അടിമുടി തീവ്രവാദം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്നു. ഈ ഇസ്രായേലിനെതിരെ വിരുദ്ധമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, അതിന് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത്, അതിലൊക്കെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും മുഴുവൻ ഇവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഇത് പറയുന്നു, ഇസ്ലാം ഇസ്രായേലിനെ ഇല്ലാതെയാക്കും എന്ന് പറയുന്നത് ഒരു വശത്ത്. പക്ഷേ അതിപ്പോൾ അവർ കുഴിച്ചു മൂടും. അതേപോലെ പറയുന്നതാണ് നമ്മൾ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ. ഇതൊരു ഒന്നാന്തരം വംശഹത്യ മുദ്രാവാക്യമാണത്. റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഈ മുദ്രാവാക്യത്തെ ഇപ്പോഴും ഉന്നയിക്കുന്നു ഇവർ. ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഇതേപോലെയുള്ള ഹമാസിനെ പിന്താങ്ങുന്ന ഇതേ മുഖ്യമന്ത്രി, നമ്മളുടെ കഫിയൊക്കെ തോളത്തിട്ടൊക്കെ വലിയ ചർച്ചയൊക്കെ നടത്തുന്ന, പ്രകടനമൊക്കെ നടത്തുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പോലും അറിയുന്നില്ല അവർ പിന്താങ്ങുന്ന യഹിയ സിൻവർ കൊണ്ട് നടക്കുന്നത് ഈ ഹസനുൽ ബന്നയുടെ സാധനമാണെന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് ഹസനുൽ ബന്നേനെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വിമർശിക്കാൻ ഈ ഇടതുപക്ഷം വരികയും എന്നിട്ട് ഇതേ സംഗതിയുടെ ഇപ്പുറത്തുള്ള അപ്ലിക്കേഷൻ ലെവലുള്ള ഹമാസിനെ പൊക്കി പറയുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധൂകരിക്കാനാവുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. അവിടെയാണ് ഈ ഇടതുപക്ഷമൊന്നും ഇതൊന്നും വലിയ തോതിൽ പഠിച്ചിട്ടൊന്നുമില്ല. അവരെയൊക്കെ നമ്മൾ കുറേ കാലം ബുദ്ധിരാക്ഷസന്മാരെന്നും ബുദ്ധിജീവികളെന്നൊക്കെ വിളിച്ചു പോയത് ഇന്നിപ്പോൾ അബദ്ധമാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് അവർ അത്യാവശ്യം വായിക്കുന്നു, മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവരെയൊക്കെ ഫോളോ ചെയ്ത് നടന്നിരുന്നൊരു കുട്ടിക്കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരൊക്കെ സത്യത്തിൽ ഈ ഒരു ജനറേഷൻ ഈ തരത്തിൽ ഇരട്ടത്താപ്പും ഈ കാപട്യവും ഈ വിഷയങ്ങളിലുള്ള ഒരു ജ്ഞാനമില്ലായ്മയും അതുപോലെ അതിനകത്തൊരു വോക്ക് രീതിയും ഇതെല്ലാം വെച്ച് നടക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്, ഒരു രാഷ്ട്രീയ തലമുറ. ആ തലമുറയാണ് സത്യത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നത്. അത് ഇവിടുന്ന് മാഞ്ഞു പോകാതെ ഇത് എളുപ്പമാവില്ല. ഇത് മാറാതെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇതിനകത്തൊരു ഹോപ്പ് ഫീൽ ചെയ്യില്ല. ഇതെല്ലാം കാണുമ്പോഴാണ് ഇവർ നാട് വിട്ട് ഓടുന്നത് പോലും. അതും കൂടി നമ്മളിതിൽ പറയണമല്ലോ. അവർക്ക് ഇതിനകത്തൊരു ഹോപ്പ് കാണുന്നില്ല. തീവ്രവാദത്തെ ഒരു സൈഡിൽ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രചോദനം തരുന്നില്ല. അതിപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് പോലും ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അതായത് കേന്ദ്ര ഭരണം അവർ ആദ്യം ചെയ്യേണ്ട പണി ഇതിനെ നിരോധിക്കുക എന്നുള്ളതാണ്. അതായത് ഹമാസിനെ നിരോധിക്കണം ഇന്ത്യയിൽ, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണം. ജമാഅത്ത് ഇസ്ലാമിയെ കശ്മീരിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ആ ഗ്രൂപ്പിനെ അവിടെ നടത്തിയ സംഗതികൾ വ്യക്തമാണ്. ഇതേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ബാക്കി തന്നെയാണ് ബാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമി. അവർ പച്ചയ്ക്ക് പറയുന്നില്ല എന്നുള്ളൂ, അവർ തക്കിയിലൂടെ പോകുന്നേ ഉള്ളൂ തുടക്കത്തിൽ പറഞ്ഞ്. അപ്പോൾ അവരെയും നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യണം. ഇത് ചെയ്യാതെ നമുക്കിതിനെ തടയാൻ കഴിയില്ല. ഇതിനെ അതിലേക്ക് ആകർഷിക്കുന്നത് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പര്യവസാനം. താങ്ക് യു സർ. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.